നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീം ബാർസ്. മുൻ മന്ത്രിമാരുടെയും PA-മാരുടെയും സ്വത്തന്വേഷിക്കാൻ വിജിലൻസ്. CN ബാലകൃഷ്ണന്റെ PA അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് കണ്ടെത്തൽ. അഞ്ചരക്കണ്ടി ഭൂമി കൈമാറ്റ കേസിൽ കാന്തപുരത്തിനെതിരെ ദ്രുത പരിശോധനയ്ക്ക് വിജിലൻസ് കോടതി ഉത്തരവ്. ഐസ്ക്രീം പാർലർ കേസിൽ നിയമപോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ച VS. കീഴ്ക്കോടതിയെ സമീപിക്കാനുള്ള സുപ്രീം കോടതി ഉത്തരവ് മാനിക്കും. സാന്റിയാഗോ മാർട്ടിൻ വിവാദത്തിൽ പ്രതികരിക്കാതെ പിണറായി വിജയൻ. MK ദാമോദരൻ ഉപദേശക സ്ഥാനം ഒഴിയുമോ എന്നും അറിയില്ല. കേരളത്തിലെ തോൽവിക്ക് ഉത്തരവാദി ഏതെങ്കിലും ഒരു നേതാവല്ലെന്ന് രാഹുൽ ഗാന്ധി. സംഘടനാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മാത്രമായി നടത്താനാകില്ല. ഗ്രൂപ്പ് കളിക്കേണ്ടവർക്ക് പാർട്ടി വിടാമെന്നും കേരള നേതാക്കളോട് രാഹുൽ. പാർട്ടിയിൽ ഐക്യം പുലരണമെന്ന് AK ആന്റണി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിനെ നേരിടാൻ SNDP യോഗ തീരുമാനം. സത്യാവസ്ഥ വ്യക്തമാക്കി പിണറായി വിജയന് കത്ത് നൽകുമെന്ന് വെള്ളാപ്പള്ളി. പ്രതിഷേധം VS-നോട് മാത്രം. മറ്റന്നാൾ യൂണിയൻ ഭാരവാഹികളുടെ യോഗം. തൃശൂരിൽ സാമൂഹ്യവിരുദ്ധരുടെ മർദ്ദനമേറ്റ് ഗൃഹനാഥൻ കൊല്ലപ്പെട്ടു. അക്രമകാരണം സാമൂഹ്യവിരുദ്ധരുടെ അധിക്ഷേപം ചോദ്യം ചെയ്തത്. തിരുവനന്തപുരം കോളിയൂരിൽ അക്രമികൾ ഗൃഹനാഥനെ വെട്ടിക്കൊന്നു. ഭാര്യയ്ക്കും ഗുരുതര പരിക്ക്. പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. അധിക നികുതി ഭാരം ഉണ്ടാകില്ല. ക്ഷേമ പദ്ധതികൾക്ക് മുൻതൂക്കം. വൻകിട പദ്ധതി പ്രഖ്യാപനം ഉണ്ടാകും. അധികാരമേറ്റ ആദ്യ മാസം നികുതി വരുമാനം കുതിച്ചുയർന്നുവെന്ന് തോമസ് ഐസക്. ഡിഫ്തീരിയ വ്യാപനം പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ തീരുമാനം. പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്ത എല്ലാവരെയും വാക്സിനേഷന് വിധേയരാക്കും. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രചാരണ പരിപാടി. ജനകീയ സഹകരണം അഭ്യർത്ഥിച്ചു മന്ത്രി KK ശൈലജ. യൂറോ കപ്പിൽ പോർച്ചുഗൽ ഫൈനലിൽ. വെയിൽസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്തു. കളം നിറഞ്ഞ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. മുൻ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കാൻ വിജിലൻസ് നടപടി തുടങ്ങി. ഡയറക്ടർ ജേക്കബ് തോമസിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ഇതിന്റെ ഭാഗമായാണ് മുൻ മന്ത്രി CN ബാലകൃഷ്ണന്റെ PA-യുടെ വീട്ടിലും പരിശോധന നടന്നത്. ക്രിയാത്മക വിജിലൻസ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് മുൻ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെയും സ്വത്തുവിവരങ്ങൾ പരിശോധിക്കാൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിജിലൻസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാകും പരിശോധന നടത്തുക. പരിശോധനയിൽ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അതാത് പ്രദേശങ്ങളിലെ വിജിലൻസ് യൂണിറ്റിന് കേസ് കൈമാറും. വ്യക്തമായ തെളിവുകൾ ശേഖരിച്ച ശേഷം മാത്രമേ പരസ്യമായ പരിശോധനകൾ നടത്താവൂ എന്നും വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശം വ്യക്തമാക്കുന്നുണ്ട്. മുൻ മന്ത്രി CN ബാലകൃഷ്ണന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ വസതിയിൽ വിജിലൻസ് പരിശോധന നടത്തിയതും പുതിയ നീക്കത്തിന്റെ ഭാഗമായാണ്. സംസ്ഥാനത്തെ മുഴുവൻ വിജിലൻസ് യൂണിറ്റുകളോടും രഹസ്യ പരിശോധനകൾ ആരംഭിക്കാൻ വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ന്യൂസ് ടുഡേ ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ CPM നേതാവ് AA റഹീം, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ എന്നിവരും കോൺഗ്രസ് നേതാക്കളെയും നമ്മൾ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ AA റഹീം, ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടറായി നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ നിയമനത്തിന് പിന്നിൽ ഒരു സന്ദേശമുണ്ട്, ആ സന്ദേശം എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്നാണ്. രാഷ്ട്രീയ നേതൃത്വം നിർദ്ദേശിച്ച സന്ദേശവും ജേക്കബ് തോമസ് ജനങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞ സന്ദേശവും ഇതുതന്നെയായിരുന്നോ? വിജയകുമാർ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് തന്നെ അഴിമതിക്കെതിരായി രാജ്യത്താകെ അലയടിച്ചു വരുന്ന വലിയ ജനകീയ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. ആ അഴിമതിക്കെതിരെ ജനങ്ങൾ തന്ന മാൻഡേറ്റുമായിട്ടാണ് ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നത്. അത് ജനങ്ങളോട് ഞങ്ങളുടെ ഇച്ഛാശക്തി പ്രകടിപ്പിക്കലാണ്, ഞങ്ങളുടെ ആത്മാർത്ഥ പ്രകടിപ്പിക്കലാണ്. വിജിലൻസിന് വരും ദിവസങ്ങളിൽ സ്വതന്ത്ര പദവി നൽകുന്നതിനെക്കുറിച്ചാണ് ഞങ്ങളുടെ ആലോചന. LDF-ൻ്റെ പ്രകടന പത്രികയിൽ തന്നെ അഴിമതിക്കെതിരായ കൃത്യമായ പ്രചരണം ഞങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അതിന് ജനങ്ങൾ നൽകിയ അംഗീകാരം വളരെ ഇച്ഛാശക്തിയോടെ, തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഭരണയന്ത്രത്തിൽ ഉടനീളമുള്ള അഴിമതി തുടച്ചു നീക്കുന്നതിനും ഓഫീസുകളെ ഉൾപ്പെടെ അഴിമതി വിമുക്തമാക്കുന്നതിനൊക്കെ ശക്തമായ നിലപാടുകളുമായി ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അത് കേരളത്തിന് പൊതുവിൽ അഭിമാനകരമായ കാര്യമാണ്. അതിൻ്റെ സൂചനകളാണ് ഓരോ ദിവസവും ഈ വാർത്തകളായി വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ റഹീം, ഇപ്പോൾ മുൻ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നവർക്കെതിരെ അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ മുൻ മന്ത്രിമാരുടെ സ്വത്തുവകകൾ സംബന്ധിച്ച് അന്വേഷണം നടക്കുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്കൊക്കെ അവരുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് ഉണ്ടെങ്കിൽ അത് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു വിജിലൻസ് ഓഫീസർക്ക് പിടിക്കാൻ തക്ക രീതിയിൽ കേരളത്തിൽ സൂക്ഷിക്കുന്ന തരത്തിലുള്ള മഠയത്തരമൊക്കെ കാണിക്കുന്നവരൊന്നുമല്ലല്ലോ, അങ്ങനെയൊന്നും ചെയ്യുന്നവരൊന്നുമല്ലല്ലോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പൊതുവെ. ആ രീതിയിൽ പ്രായോഗിക സമീപനമാണോ? ഇങ്ങനെയൊക്കെ അന്വേഷിച്ചാൽ
പിടിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വമൊക്കെയാണോ നമുക്ക് ഉള്ളത്? അതൊന്നുമല്ലല്ലോ, അങ്ങനെയൊന്നുമല്ലല്ലോ നമ്മുടെ അഴിമതിയുടെ രീതിയൊന്നും. കാലങ്ങൾ ഇത്രയും ആയി കഴിഞ്ഞപ്പോഴും ആ അഴിമതിയുടെ രീതിയും സ്വഭാവവും ഒക്കെ മാറിയില്ലേ? അതൊക്കെ വിജിലൻസിന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അഴിമതിയുടെ രൂപവും സ്വഭാവവും ഒരുപാട് മാറി, വിവിധ രൂപത്തിലാണ്. പണ്ടൊക്കെ ഒരു വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങി എന്നതിനൊക്കെ അപ്പുറത്ത് ലക്ഷങ്ങളുടെയും കോടികളുടെയും വലിയ കോഴ ഇടപാടുകളിലേക്ക് കാര്യങ്ങൾ പോയി. മുൻപൂടെ ഉയർന്ന ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനിൽ തന്നെ വിലപേശലായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ എത്ര തവണയാണ് പുറത്തു വന്നത്? നികുതി ഇളവാക്കി കൊടുക്കാൻ അസോസിയേഷനുകൾ തന്നെ പണം പിരിച്ച് മന്ത്രിയെ ഏൽപ്പിക്കുകയാണ്, അവർക്ക് നികുതി ഇളവ് ചെയ്യുകയാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള അഴിമതിയാണ്. ഇവിടെ പേഴ്സണൽ സ്റ്റാഫ് മന്ത്രി ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, മന്ത്രി ഓഫീസിൻ്റെ തന്നെ ഭാഗമാണ്, മന്ത്രിക്ക് ഉത്തരവാദിത്തമുള്ളതാണത്. പേഴ്സണൽ സ്റ്റാഫ് എത്രയോ തവണ അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്, മറ്റൊരുപാട് ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ ഉയർന്ന പല ആരോപണങ്ങളിലും പേഴ്സണൽ സ്റ്റാഫുകൾ കഥാപാത്രങ്ങളായിരുന്നു. ഞാൻ ആ രാഷ്ട്രീയ ചർച്ചയിലേക്ക് എന്തായാലും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ഇതെല്ലാം അന്വേഷിക്കണം. അഴിമതി ഒരിടത്ത് നിൽക്കുന്നതല്ല. ഞാനതാ നേരത്തെ പറഞ്ഞത്, സർക്കാർ ഓഫീസ് മുതൽ രാഷ്ട്രീയ നേതൃത്വം വരെ നീണ്ടു നിൽക്കുന്ന അഴിമതിയെക്കുറിച്ച് ഒരു പുനഃപരിശോധന ആവശ്യമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശ്രീ വിജയകുമാർ സൂചിപ്പിച്ച ശരിയാണ്, അന്വേഷണത്തിൻ്റെ കാര്യത്തിലുണ്ട്. എനിക്കുറപ്പുണ്ട് ഹരീഷ് വാസുദേവൻ ഇതുവരെ സൂചിപ്പിക്കാൻ പോകുന്നത് ഞാൻ ഊഹിക്കുന്നു. തുടർച്ചയായി നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം തന്നെയാണ്. അഴിമതി കേസുകൾ സമയബന്ധിതമായി തീർക്കാനാകുന്നില്ല, ശിക്ഷ നടപ്പാക്കാനാകുന്നില്ല. അപ്പോൾ പൊതുവിലൊരു പൊളിച്ചെടുത്ത് അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആവശ്യമാണ്. അത് ഒരൊറ്റ ദിവസം കൂടി നടപ്പിലാക്കേണ്ട പ്രക്രിയയുമല്ല. നമുക്ക് നോക്കാം, കണക്കിലെടുക്കുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ റഹീമിലേക്ക് വരാം. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇക്കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന ആരോപണം ഉയർന്നാൽ അത് രാഷ്ട്രീയ നേതൃത്വം, CPM നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരൊക്കെ മറുപടി പറയേണ്ടി വരില്ലേ? ഒരിടത്ത് ജേക്കബ് തോമസിനെ പോലെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നു, അദ്ദേഹത്തിന് സ്വതന്ത്രമായ അധികാരങ്ങൾ നൽകിയിരിക്കുന്നുവെന്ന് പാർട്ടി നേതൃത്വം വിശദീകരിക്കുന്നു. ഋഷിരാജ് സിംഗിനെ പോലെയുള്ള ഒരു എക്സൈസ് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ആ നിലയ്ക്കുള്ള പ്രവർത്തനം നടത്തുന്നു. അതൊക്കെ നമ്മൾ പൊതുവെ പൊതുസമൂഹം അംഗീകരിക്കുകയും അതിന് പിന്തുണ നൽകുകയും ഒക്കെ ചെയ്യുന്നു. മറുഭാഗത്ത് എന്താണ് നടക്കുന്നത്? സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ നിയമോപദേശകനായ അഡ്വക്കേറ്റ് MK ദാമോദരൻ ലോട്ടറി കേസിൽ സാന്റിയാഗോ മാർട്ടിന് വേണ്ടി ഹാജരാകുന്നു. സാന്റിയാഗോ മാർട്ടിൻ കേരളത്തിൻ്റെ പൊതുഖജനാവിന് വലിയ നഷ്ടം വരുത്തിയെന്ന് എല്ലാ മുന്നണികളും കണ്ടെത്തിയിട്ടുമുണ്ട്, അതിന് തെളിവുകളുമുണ്ട്. അതിൽ വിചാരണ നേരിടണമെന്ന് രാജ്യത്തെ പ്രധാന ഏജൻസിയായ CBI കണ്ടെത്തിയിട്ടുമുണ്ട്. വേറൊരു ഭാഗത്ത് ഐസ്ക്രീം പാർലർ കേസിലെ അന്വേഷണം സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതിയിൽ VS അച്യുതാനന്ദൻ്റെ ഹർജിയെ സംസ്ഥാന സർക്കാർ എതിർക്കുന്നു. എങ്ങനെയാണ് അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഈ സർക്കാരിന് അവകാശപ്പെടാൻ കഴിയുക? ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെടാതെ കിടക്കുന്നില്ലേ പല സ്ഥലങ്ങളിലും, പല ഘട്ടങ്ങളിലും? അഴിമതിക്കെതിരായിട്ടുള്ള ജനവികാരം എന്ന നിലയ്ക്കാണ് ഈ സർക്കാരിനെ ജനങ്ങൾ ജയിപ്പിച്ചത് എന്ന് ഈ സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപിച്ച ആദ്യ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് തന്നെ മാധ്യമപ്രവർത്തകരെ കണ്ട തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ്റെ അന്ന് തന്നെ ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ മാൻഡേറ്റിനെ സംബന്ധിച്ച് തർക്കമുണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ ചോദ്യം, അഴിമതി വിരുദ്ധമായ ഒരു ഇടം ഈ സർക്കാർ സൃഷ്ടിക്കും എന്ന് ഇലക്ഷൻ മാനിഫെസ്റ്റോയിലും സർക്കാർ ആവർത്തിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയോട് സർക്കാരിന് എത്രമാത്രം ആത്മാർത്ഥത പുലർത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരും സമ്മതിക്കുന്നത് ഏത് രാഷ്ട്രീയ കക്ഷിയും അഴിമതിക്ക് വിരുദ്ധമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്ന് ഏത് വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമായി. ഇവിടെ 100% കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള അഴിമതി വിരുദ്ധമായിട്ടുള്ള ഒരു പാർട്ടിയും നിലവിലില്ല. CPM ആയാലും CPI ആയാലും മറ്റ് ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടികളായാലും ഐക്യജനാധിപത്യ മുന്നണിയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളായാലും BJP ആയാലും ഒക്കെ അഴിമതിയുടെ ഏതെങ്കിലും തലത്തിൽ അഴിമതിയുമായി സന്ധി ചെയ്യുകയോ അഴിമതിയുടെ ഭാഗമാക്കാവുകയോ ചെയ്യുന്ന ആളുകൾ ഉൾപ്പെട്ട സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. ചോദ്യം, നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ഭരണത്തെ അഴിമതി വിരുദ്ധമാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ശ്രീ വിജയകുമാർ ഉന്നയിച്ച 2 കാര്യങ്ങൾ, വിജിലൻസിൻ്റെ പ്രവർത്തനം സുതാര്യമായും സത്യസന്ധമായും ഒപ്പം തന്നെ സ്വതന്ത്രമായും നടത്താനുള്ള ചുമതല സർക്കാർ കൊടുക്കുമെന്നുള്ളത്. നാം ഇന്ന് കാണുന്നത് വരെ അതിൻ്റെ ആദ്യ ദിവസങ്ങളിലെ മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കാരിന് നല്ല മാർക്ക് അവകാശപ്പെടാവുന്ന രീതിയിൽ വിജിലൻസിനെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് വേണ്ടി വിട്ടു നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് ശ്രീ ജേക്കബ് തോമസിനെ പോലെ ഒരാളെ അവിടെ വെച്ചുകൊണ്ട്
ഈ നാളിതുവരെയുള്ള പ്രവർത്തനം നടത്തിയാൽ നമ്മൾ നല്ല മാർക്കാണ് കൊടുക്കുക. അതുപോലെ തന്നെയാണ് എക്സൈസ് കമ്മീഷണറുടെ കാര്യത്തിലുള്ളത്. പക്ഷേ മറ്റ് 2 ഉദാഹരണങ്ങൾ ഈ സർക്കാരിൻ്റെ മുഖത്ത് മങ്ങലേൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുപ്രീം കോടതിയിൽ ഐസ്ക്രീം പാർലർ കേസ് തോറ്റുകൊടുത്തതുമായി ബന്ധപ്പെട്ട്. വാസ്തവത്തിൽ ശ്രീ വി എസ് അച്യുതാനന്ദൻ നടത്തുന്ന കേസ് പാർട്ടി CPM ഉൾപ്പെട്ട പാർട്ടി പ്രവർത്തകർ പിരിച്ചെടുത്ത പണം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് ശ്രീ പിണറായി വിജയൻ തന്നെ ഒരിക്കൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് നടത്തിയ ഐസ്ക്രീം കേസ് തോൽപ്പിക്കാനായി ഒരു സീനിയർ അഭിഭാഷകന് കേസ് കൊടുക്കുകയും ശ്രീ KK വേണുഗോപാലിനെ കൊണ്ടുവന്ന് വാദിപ്പിക്കുകയും ചെയ്തത് വാസ്തവത്തിൽ ആ കേസ് അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണെന്ന് ഏതൊരു സാധാരണക്കാരനും സംശയിച്ചു പോകും. അത്തരം അഴിമതികൾ കൂടി വാസ്തവത്തിൽ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ആരാണ് ശ്രീ KK വേണുഗോപാലിന് മിനിഞ്ഞാന്നത് അപ്പിയർ ചെയ്യുന്നതിന് വേണ്ടി എൻഗേജ്മെന്റ് നൽകിയത്, സീനിയർ എൻഗേജ്മെന്റ് നൽകിയത്? നമുക്കറിയാം, സുപ്രീം കോടതിയിൽ ഒരാളെ ഒരു കേസ് ഏൽപ്പിച്ചാൽ അയാൾ എല്ലാ കാലവും വാദിക്കില്ല. ഓരോ സിറ്റിങ്ങിന് ഹാജരാവാനും ഫീസ് കൊടുത്ത് ഓരോ സിറ്റിങ്ങിനും ബ്രീഫിംഗ് നടത്തി വേണം ഈ സീനിയർ അഭിഭാഷകനെ കൊണ്ടുവരാൻ. ആരാണ് ശ്രീ KK വേണുഗോപാലിന് സീനിയർ എൻഗേജ്മെന്റ് ഫീസ് കൊടുത്ത് ഈ സർക്കാരിന് വേണ്ടി അപ്പിയർ ചെയ്യിച്ച് ശ്രീ VS അച്യുതാനന്ദന്റെ കേസ് തള്ളിച്ചത്? അതിന്റെ പിന്നിലുള്ള അഴിമതി കൂടി വാസ്തവത്തിൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അന്ന് മുൻ AG ആയിട്ടുള്ള ശ്രീ ദണ്ഡപാണിയും അതുപോലെ മുൻ അഡീഷണൽ AG ആയിട്ടുള്ള ശ്രീ ജലീലുമൊക്കെ ഡൽഹിയിൽ ഹാജരായിരുന്നു എന്ന് വാർത്തകൾ വന്നിരുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി വാസ്തവത്തിൽ വിജിലൻസ് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഹരീഷ്, അതിലും ഒരു പക്ഷേ നമ്മളെ കുറെ കൂടി ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു ഘടകമുണ്ടല്ലോ. ലോട്ടറി കേസിൽ സാന്റിയാഗോ മാർട്ടിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായ മുൻ അഡ്വക്കേറ്റ് ജനറൽ MK ദാമോദരൻ ഹാജരാകുന്നു എന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റിന് വലിയ താല്പര്യമുള്ള ഒരു കേസിൽ ആ നിലയിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ സ്റ്റേറ്റിനെതിരായി ഉണ്ടാകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണല്ലോ. അദ്ദേഹം ഇപ്പോഴും ആ പദവിയിൽ തുടരുകയാണ്. അദ്ദേഹത്തെ അതിൽ നിന്ന് മാറുന്നുണ്ടോ എന്ന ചോദ്യത്തോട് മുഖ്യമന്ത്രിക്ക് പറയുന്നത് എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന വളരെ ഉദാസീനമായ മറുപടിയാണ്. അഴിമതിയുടെ കാര്യത്തിൽ ഇത് ഇരട്ടത്താപ്പിന്റെ കുറെ കൂടി പ്രകടമായ ഉദാഹരണമല്ലേ? എനിക്ക് ഇതിനകത്ത് പ്രകടമായി അഴിമതി കാണുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീ വിജയകുമാർ എന്നോട് ദേഷ്യപ്പെടരുത്. കാരണം ശ്രീ MK ദാമോദരൻ അപ്പിയർ ചെയ്യുന്നത് അദ്ദേഹം കേരളത്തിന്റെ പബ്ലിക് സ്പേസിനോട് അക്കൗണ്ടബിൾ ആയ ഒരു മനുഷ്യനല്ല. അദ്ദേഹം ഒരു സ്വതന്ത്രനായ അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് ഏത് കേസും എടുക്കാം. ചോദ്യം, ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെ പോലെ ഇത്തരം കേസുകൾക്ക് വേണ്ടി, ഞാൻ ഓർക്കുന്നു ശ്രീ വിജയകുമാർ ലിസ് എന്ന് പറയുന്ന മറ്റൊരു തട്ടിപ്പ് കേസിന്റെ മുഴുവൻ തെളിവുകൾ സഹിതം ശ്രീ MK ദാമോദരൻ അപ്പിയർ ചെയ്ത ലിസ് എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനം നടത്തിയ തട്ടിപ്പുകൾ, ആ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ശ്രീ MK ദാമോദരന്റെ ഓഫീസ് പങ്കെടുത്തത് എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ ശ്രീ വിജയകുമാർ മുമ്പ് 5 വർഷം മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് റിപ്പോർട്ടർ ചാനലിലൂടെ കൊണ്ടുവന്നത് ഞാൻ ഓർക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ കളങ്ക ഏറ്റിട്ടുള്ള ഇതുവരെ നിരവധി കേസുകളിൽ ഇത്തരത്തിൽ കളങ്കമേറ്റിട്ടുള്ള, പ്രത്യേകിച്ച് ഐസ്ക്രീം പാർലർ കേസിൽ വഴിവിട്ട സഹായം ചെയ്തു എന്ന് അന്നത്തെ DGP പോലും ആക്ഷേപിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ, ആ വ്യക്തി ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട്, പക്ഷേ അത്തരം കളങ്കമേൽക്കുന്ന, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരായ താല്പര്യമുള്ള കേസുകളിൽ ഹാജരാകുന്ന ഒരാളെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഇക്കാര്യത്തിൽ ജനങ്ങളോട് മറുപടി പറയേണ്ടത് വാസ്തവത്തിൽ ശ്രീ പിണറായി വിജയനാണ്. അക്കാര്യത്തിൽ ശ്രീ MK ദാമോദരനെ മാറ്റി നിർത്തി ശ്രീ പിണറായി വിജയൻ നടത്തുന്ന അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് കളങ്കമേൽപ്പിക്കുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തിന്റെ അഡ്വൈസറായി പുറത്തു നിന്നുള്ള ഒരു സ്വകാര്യ അഭിഭാഷകനെ വെക്കുകയും അഡ്വക്കേറ്റ് ജനറൽ എന്ന ഭരണഘടനാ പോസ്റ്റിന് മുകളിൽ ഒരു സൂപ്പർ ഭരണഘടനാ പോസ്റ്റ് സൃഷ്ടിച്ച് ഇത്തരത്തിൽ ഒരാളെ വെക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ വാസ്തവത്തിൽ അതിൽ ഒരു നീതിരാഹിത്യം, അല്ലെങ്കിൽ സർക്കാരിനെതിരായ കേസുകൾ ഹാജരാകുന്ന ഒരാളെ വെക്കുന്നത് തീർച്ചയായിട്ടും ഒരു ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ആളെ അത്തരം പോസ്റ്റുകളിൽ നിന്ന് മാറ്റി നിർത്താൻ വാസ്തവത്തിൽ തയ്യാറായാൽ മാത്രമേ അഴിമതി വിരുദ്ധമായ ഒരു ജനമുഖം ഈ സർക്കാർ കൊണ്ടുവരുന്നതിന് കേടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. ശ്രീ റഹീം, ഇവിടെ ഇപ്പോൾ ബാർ കോഴ കേസിൽ അന്വേഷണം നടക്കുന്നു. അതിൽ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് സംശയിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കൊരുങ്ങുന്നു. പാറ്റൂർ കേസിലെ ഫയലുകൾ പരിശോധിക്കുന്നു. അതുപോലെ KM മാണിക്കെതിരായ കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകിയതിന് ശേഷം എന്തെങ്കിലും ഇനി പറ്റുമോ എന്ന് നിയമ പരിശോധന നടത്തുന്നു. അങ്ങനെ മുൻ സർക്കാരിൻ്റെ കാലത്തെ അഴിമതി കേസുകളിലൊക്കെ ഒരു പുനഃപരിശോധന നടത്തുകയാണ് വിജിലൻസ്. അതുപോലെ കുറേ നാളായി കെട്ടിക്കിടക്കുന്ന കേസുകളിലൊക്കെ വിജിലൻസ് ഇടപെടുന്നു. അതിനിടയിലാണ് ഈ മുൻ മന്ത്രിമാരുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദ്യം സംബന്ധിച്ചുള്ള പരാതികൾ അന്വേഷിക്കാനും വിജിലൻസ് ഒരുങ്ങുന്നത്. അതിനെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും. അതിലൊന്നും ആർക്കും എതിരഭിപ്രായവും ഉണ്ടാകില്ല. പക്ഷേ അതിനൊരു മറുവശമുണ്ട് എന്നതാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഹരീഷ് വിശദീകരിച്ചതുപോലെ MK ദാമോദരൻ്റെ നിയമനവും
അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ഇടപെടലുമൊക്കെ ആ നിലയ്ക്ക് മറുപടി പറയാൻ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിട്ടില്ല ഇപ്പോൾ? അല്ല, അത് അങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ കുറേ പേർ കുറേ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രശ്നം. അത് ആരെയാണ് ഉപയോഗപ്പെടുത്തുക? ഈ സർക്കാരിൻ്റെ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടിനെ അതിനെ സംശയിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ഒരു പരിധിക്കപ്പുറം ആക്രമിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ അഴിമതിക്കാരായി നിൽക്കുന്നവരെ രക്ഷപ്പെടുത്താനേ ഉപകരിക്കുകയുള്ളൂ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടതില്ല എന്ന അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടാം, ആരോപണങ്ങൾ പറയാം, അത് സംബന്ധിച്ച് നിങ്ങൾക്ക് ചർച്ചയുമാകാം. അതിലൊക്കെ ഒരു ജനാധിപത്യപരമായ അവകാശങ്ങൾ തന്നെ നിർവഹിക്കപ്പെടണം. അത് തന്നെയാണ് കൂടുതൽ നല്ലതും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? ബോധപൂർവം ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് പറയുകയാണ്, പർവ്വതീകരിക്കുകയാണ്. ശ്രീ ഹരീഷ് വാസുദേവൻ ഇവിടെ ഉന്നയിച്ചൊരു കാര്യം, അഡ്വക്കേറ്റ് ജനറലിനും മുകളിലുള്ള ഒരു ഭരണഘടനാ പോസ്റ്റ് കൊടുത്ത് അവരോധിച്ചു. അസത്യമല്ലേ? എവിടെയാണ് ഭരണഘടനാ പോസ്റ്റ് കൊടുത്തത്? ഉള്ള കാര്യങ്ങളെ പർവ്വതീകരിക്കുകയാണ്. ശ്രീ ഹരീഷ് വാസുദേവൻ അഭിഭാഷകനാണ്. ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിങ്ങൾ ഈ പറഞ്ഞ മാനദണ്ഡപ്രകാരമാണ് എങ്കിൽ ഏത് അഡ്വക്കേറ്റിനാണ് ആ പ്രൊഫഷണൽ തുടരാനാവുക? ഏത് അഡ്വക്കേറ്റിനാണ് പ്രൊഫഷണൽ തുടരാനാവുക? ജിഷയുടെ ഘാതകൻ അമീറുൽ ഇസ്ലാമിന് അഡ്വക്കേറ്റ് ഉണ്ടേ. ആ അഡ്വക്കേറ്റിനെ നിങ്ങൾ ഒരു അഭിഭാഷകന്റെ കണ്ണിൽ എങ്ങനെയാണ് കാണുക? അദ്ദേഹത്തിനറിയാലോ എന്താ അഡ്വക്കേറ്റ്സ് ആക്ട് പറയുന്നത്. ഈ നമ്മുടെ നിയമത്തിലുടനീളം പറയുന്നത് പ്രതിക്കല്ലേ ലീനിയൻസ് കൊടുക്കുന്നത്. പ്രതിക്ക് അനുകൂലമായിട്ടാണ് നിയമം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പ്രതിയുടെ നിരപരാധിത്വമാണ്. ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെയെല്ലാം സമൂഹം തള്ളിപ്പറഞ്ഞ എല്ലാവരെയും അവർക്ക് വേണ്ടി ഒരു അഭിഭാഷകൻ ഹാജരാവുകയെന്നാൽ അതെങ്ങനെയാണ് ആ അഭിഭാഷകൻ ഏറ്റവും വലിയ കൊള്ളരുതാത്തവനായി മാറുക? എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ സ്റ്റേറ്റിൻ്റെ താല്പര്യമുണ്ടോ? സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് കോൺട്രഡിക്ടറിയായി അദ്ദേഹം വരുന്നുണ്ടോ? അദ്ദേഹം ഈ പദവിയിൽ നിൽക്കുന്ന അവിടെ ഒരു ധാർമ്മികതയുടെ ചോദ്യം വരുന്നു. സ്റ്റേറ്റ് കക്ഷിയായ കേസിലല്ല അത് വന്നത്. പിന്നെ ഈ പറഞ്ഞ രണ്ട് കേസുകളുടെയും ഹരീഷ് വാസുദേവനും ശ്രീ വിജയകുമാറും കൂടെ ഉന്നയിച്ച ഈ രണ്ട് പ്രശ്നങ്ങളിലും നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയല്ല ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത്. ഞാൻ അതുകൊണ്ട് അതിൻ്റെ മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും പോകുന്നില്ല. പക്ഷേ ഹരീഷ് വാസുദേവൻ ഇവിടെ പർവ്വതീകരിച്ച് പറയാൻ ശ്രമിക്കുകയായിരുന്നു. അത് ഈ പൊടിയിട്ട് കൂടുതൽ പറയാൻ ശ്രമിക്കുകയാണ്. അത് ശരിയല്ല. ഒരു ആളെ അങ്ങനെ നിങ്ങൾ ഡിമോറലൈസ് ചെയ്യരുത്. അഭിഭാഷക വൃത്തിക്ക് സന്നദ്ധെടുത്തിറങ്ങുന്ന ഒരാൾക്ക് ഏതു കാസും വാദിക്കാം. അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണ്. താങ്കൾ പറഞ്ഞല്ലോ അത് പ്രൊഫഷനാണെന്നേ. അപ്പോൾ ആ നിലയിൽ അതിനെ കാണാൻ കഴിയണം. അല്ലാതെ അദ്ദേഹം അതോടുകൂടി എല്ലാത്തരം കൊള്ളരുതായ്മകളുടെയും ആളായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഒരാളുടെ ഇപ്പോൾ ജിഷയുടെ കേസിൽ ഒരു അഭിഭാഷകൻ ആ പ്രതിക്ക് വേണ്ടി ഹാജരാകുന്നു എന്ന നിലയിൽ നമ്മൾ MK ദാമോദരൻ ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിന് വേണ്ടി ഹാജരായതിനെ ചുരുക്കി കാണേണ്ടതുണ്ടോ? സാന്റിയാഗോ മാർട്ടിന്റെ കേസിൽ സംസ്ഥാന സർക്കാരിനുള്ള താല്പര്യം അത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? രണ്ടും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്. അല്ല വിജയകുമാറേ, ഞാൻ അതല്ല പറഞ്ഞത്. ഈ പറയുന്ന സാന്റിയാഗോ മാർട്ടിന് വേണ്ടി ഹാജരായ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചർച്ചയല്ലല്ലോ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും ഞാൻ പോകുന്നില്ല. ഹരീഷ് വാസുദേവൻ ഇവിടെ ഉന്നയിച്ച കാര്യം ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞു. ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ഓരോ കേസായി എടുത്തു പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യം ഈ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത്തരത്തിലൊരു ബ്ലാക്ക് ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഒരു അഭിഭാഷകനെ എങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാനാവുക? ഇത്തരത്തിലുള്ള ബ്ലാക്ക് ട്രാക്ക് റെക്കോർഡുള്ള ആൾക്കാരുടെ കേസുകളുടെ വക്കാലത്തെടുത്ത് പോയതിന്റെ പേരിൽ എങ്ങനെയാണ് ഈ അഡ്വക്കേറ്റിനെ നിങ്ങൾ കരിമ്പട്ടികയിൽപ്പെടുത്തുക? അങ്ങനെയാണെങ്കിൽ കരിമ്പട്ടികയിൽപ്പെടുത്താത്ത വൈറ്റ് പേപ്പറിൽ എഴുതി വെക്കാൻ കഴിയുന്ന അഡ്വക്കേറ്റിന് പറയാൻ കഴിയുമോ? അവിടെയാണ് ഞാൻ പറഞ്ഞത്. രണ്ട് അതോടൊപ്പം തന്നെ നിയമപരമായ കാര്യം റഹീമിലേക്ക് വരാം. ശ്രീ റഹീം, ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. താങ്കൾ അതിനെ വളച്ചൊടിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞത് സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്ക് ഒരു നിയമോപദേശം നൽകണമെങ്കിൽ അതിന് ഭരണഘടനാപരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അതാണ് അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറൽ എന്ന ഭരണഘടനാപരമായ പോസ്റ്റിന് മുകളിൽ ഒരു സൂപ്പർ ഭരണഘടനാ തസ്തിക എന്ന മട്ടിൽ അഡ്വൈസർ ടു CM എന്ന തരത്തിൽ ഒരു പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തെ വെച്ചത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സർക്കാരിന് IT മേഖലയിൽ സർക്കാരിന് ഒരു ഉപദേഷ്ടാവ് ഇല്ലാത്തത് കൊണ്ടാണ് സർക്കാരിന് പലപ്പോഴും മുഖ്യമന്ത്രിമാർക്കൊക്കെ IT ഉപദേഷ്ടാവും ഒപ്പം ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ ഉപദേഷ്ടാവ് ഉണ്ടാവുന്നത്. നിയമത്തിന്റെ കാര്യത്തിൽ സർക്കാരിനെ അഡ്വൈസ് ചെയ്യാൻ ലോ സെക്രട്ടറി ഉണ്ട്, സർക്കാരിനെ അഡ്വൈസ് ചെയ്യാൻ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്. അതിന് മുകളിൽ ഈ തസ്തിക സൃഷ്ടിച്ച് വെക്കുമ്പോൾ
ഷേഡി ക്യാരക്ടറുള്ള അഭിഭാഷകനാണോ എന്ന കാര്യം പരിശോധിക്കണം. ഞാൻ ശ്രീ MK ദാമോദരനെ പറ്റി പറഞ്ഞത് അദ്ദേഹം സീനിയർ അഭിഭാഷകനാണ്. പക്ഷേ അദ്ദേഹത്തെ പറ്റി നേരത്തെ വന്നിട്ടുള്ള രണ്ടാക്ഷേപം അദ്ദേഹം ലിസ്സിന് വേണ്ടി ഹാജരായി എന്നുള്ളത് കൊണ്ടല്ല. ലിസ് എന്ന കേസിൽ സാക്ഷികളെ ദുസ്വാധീനിച്ച് ആ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്ന് അന്നത്തെ ADGP സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് കൊടുത്ത ആളാണ് ശ്രീ MK ദാമോദരൻ. ഐസ്ക്രീം പാർലർ കേസിൽ അദ്ദേഹം പ്രതികൾക്ക് വേണ്ടി വാദിച്ചിട്ടില്ല. അദ്ദേഹം ചെയ്തത് പ്രതികൾക്ക് അനുകൂലമായി സർക്കാരിന്റെ അധികാര പരിധി ഉപയോഗിച്ച് ദുർവ്യാഖ്യാനം നടത്തി പ്രതികളെ സഹായിച്ചു, വഴിവിട്ട് സഹായിച്ചു എന്നാണ് പറഞ്ഞത്. ഞാനല്ല പറഞ്ഞ അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ DGP ആയിരുന്നു. അത് പിന്നീട് കേരളത്തിലെ ഏറ്റവും അഭിഭാഷകരിൽ ശ്രദ്ധേയനായ ഇടതു സഹയാത്രികനായ കുറുപ്പ് സാറിന്റെ ആത്മകഥയിൽ, ശ്രീ ജനാർദ്ദന കുറുപ്പിന്റെ ആത്മകഥയിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷേഡി ക്യാരക്ടറായിട്ടുള്ള ഒരു മനുഷ്യനെ സംസ്ഥാന സർക്കാർ വയ്ക്കുമ്പോൾ, സംസ്ഥാന സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് എതിരായി കൂടി അദ്ദേഹം ഹാജരാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ശ്രീ MK ദാമോദരനല്ല, ശ്രീ പിണറായി വിജയനാണ് എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. അഡ്വക്കേറ്റ്സ് ആക്ടിന്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു. അഡ്വക്കേറ്റ്സ് ആക്ടിന്റെ കീഴിൽ കേന്ദ്ര ബാർ കൗൺസിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ചില റൂൾസ് ഉണ്ട്. ആ ചട്ടം 33 പ്രകാരം ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഏതെങ്കിലും ഒരു കേസിൽ ഒരു അഡ്വൈസ് കൊടുക്കുകയോ അദ്ദേഹത്തിന് വേണ്ടി അപ്പിയർ ചെയ്യുകയോ ചെയ്താൽ അതിന്റെ നേരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ആൾക്ക് വേണ്ടി അപ്പിയർ ചെയ്യാനോ അഡ്വൈസ് കൊടുക്കാനോ പാടില്ല എന്നാണ് ആ ചട്ടം പറയുന്നത്. അതനുസരിച്ച് നാളെ ശ്രീ പിണറായി വിജയന് ഈ കേസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശ്രീ MK ദാമോദരൻ അപ്പിയർ ചെയ്യുന്ന വേറെ ഏതെങ്കിലും സർക്കാർ വിരുദ്ധ താല്പര്യമുള്ള കേസുകളുമായി ബന്ധപ്പെട്ടോ ഒരു അഡ്വൈസും ചോദിക്കാൻ കഴിയില്ല ശ്രീ പിണറായി വിജയന് തന്റെ അഡ്വൈസറോട്. അപ്പോൾ അദ്ദേഹം ₹1 സർക്കാരിൽ നിന്ന് പണം സ്വീകരിക്കുകയായിരുന്നെങ്കിൽ ഇങ്ങനെ അപ്പിയർ ചെയ്യാനും കഴിയില്ല, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും. ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കേസിൽ അപ്പിയർ ചെയ്യുന്നത്. അത്തരക്കാരെ ഒഴിവാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അഴിമതി വിരുദ്ധമായ പ്രകടനം നടത്തുമെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു ഗവൺമെന്റിന്റെ മുഖത്ത് തീർച്ചയായിട്ടും അതൊരു കറുത്ത പാടായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ റഹീം, ആ നിലയ്ക്ക് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ മാർട്ടിന് വേണ്ടി ഹാജരായതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ ആ പദവിയിൽ നിന്ന് മുഖ്യമന്ത്രി MK ദാമോദരനെ മാറ്റേണ്ടതായിരുന്നു, അല്ലെങ്കിൽ MK ദാമോദരൻ ആ പദവിയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞിട്ട് ഈ കേസ് എടുക്കേണ്ടതായിരുന്നു. ഇതാണ് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം അല്ലെങ്കിൽ ഒരു അഭിപ്രായം. ആ നിലയ്ക്ക് അതിനെ പരിഗണിച്ചുകൂടെ? ഇന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്കത് അറിയില്ല, അതിനെപ്പറ്റി എന്നോട് ചോദിക്കേണ്ടതില്ല എന്നാണ്. മുഖ്യമന്ത്രി അറിഞ്ഞൂടാന്ന് പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. അത് തന്നെയാണ് ഔദ്യോഗികമായ അഭിപ്രായം. രണ്ട്, ഇവിടെ ശ്രീ ഹരീഷ് വാസുദേവൻ പറഞ്ഞൊരു കാര്യത്തിൽ തന്നെ ഉണ്ടേ കാര്യങ്ങൾ. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞല്ലോ, അഡ്വക്കേറ്റ്സ് ആക്ട് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കാര്യത്തിൽ പിന്നെ അഭിപ്രായം ചോദിക്കാറുന്ന പോലെ ശ്രീ MK ഒരാളെ മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവാക്കി വെക്കുന്നു. എല്ലാ കേസിലും നിയമോപദേശം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ പറയുന്ന പോലെ എതിർഭാഗത്തിന് വേണ്ടി ഹാജരാകുകയാണെങ്കിൽ ഇവിടെ ഹാജരാവില്ല. മാത്രവുമല്ല, ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റും അവരുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഹാജരായത്. അത് പോട്ടെ, അതെല്ലാം രണ്ടാമത്തെ കാര്യം. അദ്ദേഹത്തിൻ്റെ എല്ലാ വക്കാലത്തും അദ്ദേഹം അതിനകത്ത് എൻഗേജ് ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അതല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം. ഞാൻ ഒരൊറ്റ കാര്യം ശ്രീ ഹരീഷിനോട് ചോദിക്കുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞു ഈ ഇൻട്രസ്റ്റ് കോൺഫ്ലിക്റ്റ് ആകുന്ന വിഷയങ്ങളിൽ നിയമോപദേശം ചോദിക്കാതിരുന്നാൽ പോരെ? അങ്ങനെ എവിടെയെങ്കിലും ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വിമർശിച്ചാൽ പോരെ? എന്തിനാണ് ഇപ്പോഴും വിമർശിക്കുന്നത്? അത് വെറുതെ മുൻവിധിയോടുകൂടിയുള്ള പെരുമാറ്റമാണ്, അത് ശരിയല്ല. ഈ സർക്കാരിനെ സംബന്ധിച്ച് നിങ്ങൾ ശ്രീ ഹരീഷ് ആവർത്തിക്കുന്നത് ഇത് ഇങ്ങനെയുള്ളവർ ഇരിക്കുന്നത് കൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ അഴിമതി വിരുദ്ധ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുമെന്നാണ്. ഒരിക്കലുമല്ല. ഒരു പോളിസി മേക്കിങ്ങിൻ്റെ ഒരു ബോഡിയിലോ എവിടെയും അദ്ദേഹമില്ല. ഞങ്ങൾക്ക് അഴിമതിയെ സംബന്ധിച്ച് കൃത്യമായ പോളിസി ഉണ്ട്. ആ പോളിസി എന്താണ്? അഴിമതിക്കാരെ വെച്ച് പൊറുപ്പിക്കില്ല. കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്താണ് PJ ജോസഫിനെതിരെ ആരോപണം വന്നു, മാറ്റി. കുരുവിള അഴിമതി ആരോപണം വന്നു, മാറ്റിയില്ലേ? ആരെങ്കിലും ചർച്ച ചെയ്യേണ്ടി വന്നോ? അപ്പോൾ ഈ അഴിമതിക്കെതിരെ ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. മറ്റൊന്ന്, ശ്രീ ഹരീഷ് വാസുദേവനെ പോലുള്ളവർ പലപ്പോഴും ചെയ്യാറുള്ളത് ജനറലൈസ് ചെയ്യാണ്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. നിങ്ങളൊന്നിൽ വസ്തുതാപരമായി പറയണം. എന്തിനാണ് ജനറലൈസ് ചെയ്യുക? എല്ലാ പാർട്ടിക്കാരും അഴിമതിക്കാരാണ്. ഈ സമൂഹത്തിൽ അരാഷ്ട്രീയത വളർത്തുന്നതിന് ഉപകരിക്കുകയേ ഉള്ളൂ. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസ്യതയെ അമ്പാടെ തകർത്ത് കളഞ്ഞുകൊണ്ട് ഇവിടെ മറ്റെന്ത് വ്യവസ്ഥയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുക? വിജിലൻസിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യം സംബന്ധിച്ചോ വിജിലൻസിന് ഇനി എടുക്കാനിരിക്കുന്ന നടപടികൾ സംബന്ധിച്ചോ ഈ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ഒരാൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നിയമോപദേശം നൽകുന്നതുമായി അതിന് ബന്ധമൊന്നുമില്ല. ആ നിലയ്ക്ക് ഇതിനെ സാമാന്യവൽക്കരിക്കേണ്ടതില്ല. അതാണ് റഹീമിന്റെ വിശദീകരണം അക്കാര്യത്തിൽ.
രാഷ്ട്രീയ പ്രവർത്തകരിൽ അഴിമതി നടത്തുന്ന ആളുകളെ പറ്റിയും രാഷ്ട്രീയ പാർട്ടിയുടെ അഴിമതിയെ പറ്റിയും പറയുമ്പോൾ ഇവരെല്ലാവരും പറയുന്ന ന്യായമാണ് ഇത് അരാഷ്ട്രീയവൽക്കരണമാണെന്ന്. ഇത് അരാഷ്ട്രീയവൽക്കരണമല്ല. ഈ നാട്ടിൽ നിരോധിച്ചിട്ടുള്ള അഴിമതി നിരോധന വകുപ്പ് പ്രകാരം ആളുകൾ ചെയ്യുന്ന കുറ്റകൃത്യത്തെ പറ്റി ആണ് പറയുന്നത്. ഈ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്തുള്ള അഴിമതിയെ പറ്റിയാണ് പറയുന്നത്. ഈ നാട്ടിൽ ജുഡീഷ്യറി നടക്കുന്നുണ്ട്, ജുഡീഷ്യറിയിൽ അഴിമതിയുണ്ട്. നമ്മൾ പല ചർച്ചകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനർത്ഥം ഞാൻ ഈ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ ജുഡീഷ്യറിക്കെതിരായി സംസാരിക്കുന്നതെന്നല്ല. ജുഡീഷ്യറിയിലുള്ള പുഴുക്കുത്തുകളെ പറ്റി സംസാരിക്കുന്നത് പോലെ, എക്സിക്യൂട്ടീവിലുള്ള പുഴുക്കുത്തുകളെ പറ്റി സംസാരിക്കുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടിയിലും അഴിമതി ഉള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ ഉടനീളം ഐസ്ക്രീം പാർലർ കേസിന്റെ അട്ടിമറിയെ പറ്റി യാതൊന്നും സംസാരിക്കാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. സുപ്രീം കോടതിയിൽ ആരാ ഈ കേസ് മുഴുവൻ അന്വേഷിച്ചു മുമ്പോട്ട് പോയത്? ശ്രീ വി എസ് അച്യുതാനന്ദൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം അഴിമതി വിരുദ്ധമായ നിലപാടെടുക്കുകയും അദ്ദേഹം ഇത്തരം കേസുകളിൽ വ്യക്തിപരമായി ഇടപെടുകയും കോടതികളിൽ പോവുകയും ചെയ്ത ചരിത്രം അദ്ദേഹത്തിനുണ്ട്. പാർട്ടി പണം പിരിച്ച് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് എന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞതിനെ ഞാൻ മുഖവിലക്കെടുക്കുന്നു. ആ കേസിൽ എന്റെയും ശ്രീ വിജയകുമാറിന്റെയും ടാക്സ് പണത്തിൽ നിന്ന് പണം ഈടാക്കി കെ വേണുഗോപാൽ എന്ന സീനിയർ അഭിഭാഷകനെ വെച്ച് സർക്കാരിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വിരുദ്ധമായി വാദം നടത്തി ആ കേസ് തോൽപ്പിച്ചു. അതിനെപ്പറ്റി ഒരു അക്ഷരവും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ഞാൻ കേട്ടില്ല. ഈ സർക്കാരാണോ അഴിമതിക്കെതിരായി നിലപാടെടുക്കുന്നത്? ഇതിനെ വിമർശിക്കുന്നത് അരാഷ്ട്രീയവൽക്കരണമാണെങ്കിൽ ഞാൻ അരാഷ്ട്രീയവാദിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഷെയ്ഡി ക്യാരക്ടറുള്ള ആളുകളെ, വഴിവിട്ട് പ്രതികളെ സഹായിച്ചു എന്ന ആക്ഷേപമുള്ള ആളുകളെ ഈ താക്കോൽ സ്ഥാനങ്ങളിൽ വെക്കുകയും അവർ അഡ്വൈസ് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ എങ്ങനെയാണ് ശ്രീ പിണറായി വിജയന് ഏതൊക്കെ വിഷയങ്ങളിലാണ് ശ്രീ MK ദാമോദരൻ അഡ്വൈസ് കൊടുക്കുന്നതെന്ന് ഞാൻ എങ്ങനെ അറിയും? ശ്രീ വിജയകുമാർ, വിവരാവകാശ നിയമപ്രകാരം ഒരു അഭിഭാഷകൻ തന്റെ ക്ലയന്റിന് കൊടുക്കുന്ന അഡ്വൈസ് വിവരാവകാശ പ്രകാരം ലഭ്യമല്ല, അങ്ങനെ കൊടുക്കാനും പാടില്ല. ഏതൊക്കെ വിഷയത്തിൽ സർക്കാരിന് അനുകൂലമോ പ്രതികൂലമോ ആയി ശ്രീ MK ദാമോദരൻ അഡ്വൈസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതാണ് ഞാൻ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞത്. ഭരണഘടനാപരമായി എല്ലാ കാര്യങ്ങളും അറിയുന്ന ശ്രീ അഡ്വക്കേറ്റ് ജനറൽ എന്ന പോസ്റ്റ് ഉള്ളപ്പോൾ അതിന് മുകളിൽ ഒരു സൂപ്പർ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് എന്തിനാണ്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ? റൂൾസ് ഓഫ് ബിസിനസ്സിലുണ്ടോ? അഡ്വക്കേറ്റ്സ് ആക്ടിലുണ്ടോ? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ലോയ്ക്കകത്തുണ്ടോ? എവിടെയാണ് അഡ്വൈസർ ടു CM എന്ന്, ലീഗൽ അഡ്വൈസർ ടു CM എന്ന പോസ്റ്റ് വെച്ചിട്ടുള്ളത്? അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് കോടതികൾക്കകത്തും ഒപ്പം മറ്റ് സ്വകാര്യ ആളുകൾക്കകത്തും ഒരു പ്രത്യേക ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഈ കേസുകളെ അട്ടിമറിക്കുന്നതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. അതാണ് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടത്. അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യും. അഴിമതി വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന സർക്കാരിന് ഇത് ഭൂഷണമല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. റഹീം, അതിന് മറുപടി കൂടി പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഇപ്പോൾ അഴിമതിക്കെതിരായ വിജിലൻസിന്റെ നടപടികളെ പ്രകീർത്തിക്കുന്നതോടൊപ്പം അഴിമതി വിരുദ്ധ സമീപനം എന്ന് പറയുന്ന ഈ ഘട്ടത്തിൽ MK ദാമോദരനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കും മറുപടി പറയേണ്ടി വരും നിങ്ങൾക്കൊക്കെ. അത് മാത്രമേ ഇവിടെ പ്രശ്നമായിട്ടുള്ളൂ. അല്ല, MK ദാമോദരൻ CPIM-ൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ ഭാഗമല്ല. അതാണ് മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ള പറയുന്നതിൻ്റെ ഡിഫൻസ്. അവിടെ പ്രശ്നം അതല്ല. ശ്രീ ഹരീഷ് വാസുദേവൻ വളരെ ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്ന് ഞാൻ പറയാൻ കാരണം എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ് എന്ന നിലയിലാണ് താങ്കൾ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ മാറ്റി പറഞ്ഞു. ക്ലാരിഫിക്കേഷൻ പറയുമ്പോൾ കുറേ കൂടി വ്യക്തമായെന്നിരിക്കാം. പക്ഷേ ഞങ്ങളുടെ CPIM-നെ സംബന്ധിച്ചിടത്തോളം ഒരു അധികാര സ്ഥാനത്തിലേക്കും വരേണ്ടതില്ല. ഒരു CPIM-ൻ്റെ പ്രവർത്തകൻ അയാളുടെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഓരോ വർഷവുമുള്ള അയാളുടെ റിട്ടേൺസ്, അയാളുടെ സ്രോതസ് ഞങ്ങളുടെ പാർട്ടിയെ ബോധിപ്പിക്കണേ. അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള സിസ്റ്റം. ആ സിസ്റ്റത്തെ എന്തുകൊണ്ട് നിങ്ങൾ കാണുന്നില്ല? ഞാൻ പറഞ്ഞോട്ടെ, സിസ്റ്റം എന്തുകൊണ്ട് കാണുന്നില്ല? ഇതിനകത്ത് അഴിമതി എന്ന് പറയുന്നത് സർവ്വവ്യാപിയായി വിവിധ തരത്തിലായി. ഞങ്ങളുടെ ചർച്ചയിൽ ആരംഭിച്ചത് അങ്ങനെയാണല്ലോ. അങ്ങനെ അഴിമതി ഒരു ഭൂതം പോലെ വരുമ്പോൾ എല്ലാ വിഭാഗങ്ങളും അഴിമതി ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു സാഹസമായി, ഒരു പ്രവർത്തനമായി വരികയാണ്. അങ്ങനെ ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നുണ്ട്. അങ്ങനെ തയ്യാറാകുന്നതിൻ്റെ മാതൃക എത്രയോ ഉണ്ട് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ. എല്ലാവർക്കും അറിയാവുന്ന മാതൃകകൾ. അങ്ങനെയുള്ള ശീലങ്ങളാണ് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച് വരിക. ശ്രീ ഹരീഷ് വാസുദേവൻ ചെയ്യുന്നത് ഈ പറയുന്ന പ്രവർത്തനങ്ങളാകെ, ആദ്യം അദ്ദേഹം പറഞ്ഞത് CPM-നകത്തുണ്ട്, കോൺഗ്രസിനകത്തുണ്ട്, ഇതിനകത്ത് മുഴുവൻ പേർക്കകത്തും രാഷ്ട്രീയക്കാർ അഴിമതിക്കാരാണ് എന്ന നിലയിലാണ് പറഞ്ഞു പോയത്. അതങ്ങനെ പറയാനാകും? ജഡ്ജിമാർ അഴിമതിക്കാരുണ്ട്, അതിൻ്റെ അർത്ഥം ജുഡീഷ്യറിയുള്ള മുഴുവൻ ജഡ്ജിമാരും അഴിമതിക്കാരാണെന്നാണോ? അല്ല. വസ്തുതാപരമായി ഇത്തരം കാര്യങ്ങളെ ജനറലൈസ് ചെയ്യരുത്. വസ്തുതാപരമായി മാത്രമേ സമീപിക്കാവൂ. ഇല്ലാത്ത പക്ഷം അത് അരാഷ്ട്രീയവൽക്കരണത്തിന് ഉപകരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വഴിവിട്ട് സഹായിക്കുന്നു എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. ഞങ്ങൾ എവിടെയാണ് ഈ അഴിമതിക്കാരെ വഴിവിട്ട് സഹായിച്ചത്? MK ദാമോദരനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വളരെ വ്യക്തമായി ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ പറയുന്നത് പോലെയല്ല. ഏതൊരു വക്കീലിനും അവരുടെ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എതിർഭാഗത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. എതിർഭാഗത്തെ എല്ലാം സ്വാധീനിക്കാൻ ഏതൊരു വക്കീലും ശ്രമിക്കില്ല. ഞാൻ ഐസ്ക്രീം പാർലറുമായി ബന്ധപ്പെട്ടല്ല പറയുന്നത്.
വേറൊരു കേസ് അദ്ദേഹം സൂചിപ്പിച്ചു. ഇതെല്ലാം ലിസുമായി ബന്ധപ്പെട്ട കേസിൽ എതിർഭാഗത്തെ സ്വാധീനിക്കാൻ അതൊക്കെ സ്വാഭാവികമായ ഒരു അഡ്വക്കേറ്റ് പ്രൊഫഷണൽ സാധാരണ നടക്കുന്ന കാര്യമല്ലേ? അത് നടക്കാത്ത കാര്യമാണ്. ഒരു കേസിന്റെ വിജയപരാജയങ്ങളുമായി ബന്ധപ്പെട്ട് കക്ഷിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. താങ്കൾ അതിനെല്ലാം ഈ രൂപത്തിൽ പറയുന്നത് പർവ്വതീകരിക്കുന്നത് ശരിയല്ല. വസ്തുതാപരമായി നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കുന്നത് നല്ലതാണ്, ചർച്ചയും നല്ലതാണ്. പക്ഷെ താങ്കൾ ഈ ചർച്ചയിൽ ഉടനീളം ചെയ്തത് വിശ്വാസ്യതയെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ അഴിമതിയോടുള്ള സമീപനത്തെയും പൊതുവിശദീകരണം വേണ്ട. അക്കാര്യത്തിൽ ജേക്കബ് തോമസിന്റെ നടപടികളെ, വിജിലൻസിന്റെ നടപടികളെ സ്വാഗതം ചെയ്യുകയും ഋഷിരാജ് സിംഗിന്റെ നടപടികളെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ എം കെ ദാമോദരനുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലുള്ള വിശദീകരണം കൂടിയാണ്. ചുരുക്കി അല്ല, അവിടെ പ്രശ്നമുണ്ട്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ശ്രീ വിജയകുമാർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല, ഒറ്റ കാര്യം ശ്രീ വിജയകുമാർ, ഇതിൽ തന്നെയാണ് വിജയകുമാർ പറഞ്ഞതിൽ തന്നെ പ്രശ്നമുണ്ട്. ഇതെല്ലാം ജേക്കബ് തോമസിന്റെ മേന്മ. ഞാൻ പറയട്ടെ, ഇതെല്ലാം ജേക്കബ് തോമസിന്റെ മേന്മ. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ പറയുന്നില്ല. അതേസമയം അപ്പുറത്ത് വരുമ്പോൾ ഈ ജേക്കബ് തോമസിനെ പോലെയല്ല, ഗവൺമെന്റ് ശമ്പളം പോലും വാങ്ങിക്കാത്ത ഒരാൾ ചെയ്ത തെറ്റെന്ന് നിങ്ങൾ വിശദീകരിക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഉത്തരവാദിത്വം, പിണറായിയുടെ ഉത്തരവാദിത്വം അതെങ്ങനെ വരും? ഈ ഗവൺമെന്റിന്റെ നിലപാടല്ലേ? അല്ല, മുഖ്യമന്ത്രി നിയമോപദേഷ്ടാവായതുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. ജേക്കബ് തോമസ് ഇവിടെ ശരി, ഏതായാലും നമുക്ക് ഞാൻ മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായതുകൊണ്ടാണ് ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുമെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി, അതുകൊണ്ട് ഇടപെടുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ എ റഹീം, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, എല്ലാവർക്കും നന്ദി.